ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അന്തിച്ചർച്ചകളിൽ അഭിമാനം പണയപ്പെടുത്തി കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും തീമഴയായി പെയ്തിറങ്ങുമ്പോൾ ശരിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷത്തിന് കരുത്തു പകരാൻ വരുന്ന ജനാധിപത്യ പോരാട്ടത്തിനകത്ത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമ അഡ്വക്കേറ്റ് പി.ടി. റഹീമിന് ചരിത്ര വിജയം സമ്മാനിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനനായകൻ അഡ്വക്കേറ്റ് പി.ടി. റഹീമിത പ്രബുദ്ധരായ വോട്ടർമാരെ നേരിൽ കാണാൻ, വോട്ടഭ്യർത്ഥിക്കാൻ, സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ചെറുമുച്ചിരിയോട് അചഞ്ചലനായി കുന്നമംഗലത്തിന്റെ പ്രിയപ്പെട്ട ജനനായകനാ. പ്രിയപ്പെട്ടവരെ, ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ആശീർവദിക്കുക, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 2762 കോടിയുടെ വികസനം ഈ മണ്ഡലത്തിനകത്ത് സാധ്യമാക്കി. കുന്നമംഗലത്തിന്റെ ജനതയുടെ മനസ്സ് കീഴടക്കി. കുന്നമംഗലത്തിന്റെ ജനനായകനായി അഡ്വക്കേറ്റ് പി.ടി. റഹീം അചഞ്ചലനായി ഇതാ മലൂരിലെ ജനാധിപത്യ വിശ്വാസികളെ വോട്ടഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി കുന്നമംഗലത്തിന്റെ പ്രിയപ്പെട്ട ജനനായകനിതാ ഈളർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ വികസന നായകൻ പ്രിയപ്പെട്ട റഹീമിക്ക നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായിട്ടാണ് ഞാൻ ജനവിധി തേടുന്നത്. കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെ പരിഹരിച്ചുകൊണ്ടാവണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
വീണ്ടും ജനവിധി തേടാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ഒരു കാര്യവും പറയാൻ ആഗ്രഹിക്കുന്നു. പലയിടത്തുനിന്നും പറയുന്ന കാര്യങ്ങൾ വരുന്ന വഴിയിൽ പറയുന്ന ഒരു കാര്യം, മാവൂർ ഗോളി ഓർഗനൈസിൻ്റെ സ്ഥലം ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ്. മാവൂർ ഗോളി ഓർഗനൈസിൻ്റെ സ്ഥലം നമ്മളതല്ല, അവരുടെ. അപ്പോൾ അവർ അത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അവർ 3 തരത്തിൽ സ്ഥലം ഉണ്ടാവില്ല. ഒന്ന് അവർ സ്വന്തം വില കൊടുത്ത് വാങ്ങിയതുണ്ട്, പിന്നെ സർക്കാർ അവർ പണം കൊടുത്തിട്ട് ഏറ്റെടുത്ത് കൊടുത്തതുണ്ട്. അതിൽ നമ്മൾ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കണം എന്നാണ്. അപ്പോൾ അവരത് ഉപയോഗിക്കാത്തത് കൊണ്ട് ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഉടനെ ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ബിർള മാനേജ്മെൻറ്റ് കേരള ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തുടർ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് എന്ന് പറയുന്നത് ശരിയല്ല, അത് അവരുടെ സ്ഥലമാണ്. നമുക്കതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ സ്വന്തം സർക്കാർ അക്വയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് നിഷ്കർഷിക്കാം. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് സർക്കാർ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ആരംഭിച്ചു. പക്ഷേ അവരെ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി. രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ അവിടെ പ്രസംഗിക്കുന്നത് കേട്ടത് മാവൂരിലെ ഒരു ക്യാൻസർ സെൻ്ററിനെ സംബന്ധിച്ച്. മെഡിക്കൽ കോളേജിൻ്റെ കയ്യിൽ അവിടെ ക്യാൻസർ സെൻ്റർ സ്ഥാപിക്കാൻ വേണ്ടി സൗജന്യമായി കിട്ടിയ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ക്യാൻസർ ആശുപത്രി സ്ഥാപിക്കേണ്ടത് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചാണ് എന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും തീരുമാനിച്ചു. അതവിടെ സ്ഥാപിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസറിനാവശ്യമായ മറ്റ് സംവിധാനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കി, ഒരു ക്യാൻസർ കെയർ സൊസൈറ്റി. ഇപ്പോൾ അത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ കൈവശത്തിലാണ് സ്ഥലം ഇരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ കൈവശമല്ല. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ചെറുപ്പയിലെ ഹെൽത്ത് സെൻ്ററിനെ സംബന്ധിച്ചാണ്. ഹെൽത്ത് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പഞ്ചായത്ത് രാജ് ആക്ട് വന്നപ്പോൾ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിനായാലും ബ്ലോക്ക് പഞ്ചായത്തിനായാലും ജില്ലാ പഞ്ചായത്തിനായാലും. പക്ഷേ ഇത് കൈമാറി കിട്ടിയ ലിസ്റ്റിൽ ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനോ ഗ്രാമപഞ്ചായത്തിനോ അതിൽ പണം വെക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വെച്ചത് തന്നെ വലിയ ഓഡിറ്റ് ഓഫീസിന് വിധേയമായി. കാരണം ഇത് പഞ്ചായത്തിന് കൈമാറാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ യോഗം ചേർന്ന് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ച് അതിൻ്റെ നിയന്ത്രണാധികാരം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി. ഇപ്പോൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്. അവർ നിയന്ത്രണത്തിലാണ്, ഫണ്ട് ചെലവഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതിൻ്റെ കീഴിൽ കുറേ സബ് സെൻ്ററുകൾ ഉണ്ടായിരുന്നു, 5-6 സബ് സെൻ്ററുകൾ. അത് ആ സബ് സെൻ്ററുകൾ നിൽക്കുന്ന പഞ്ചായത്തിന് അത് കൈമാറ്റം ചെയ്തു കൊടുത്തു. അതും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രയാസകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് ഇതാണ്. ഇങ്ങനെ ഞാനിപ്പോൾ പോരുന്ന സമയത്ത് പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. വേറെ ചെയ്ത വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് അവർക്കൊന്നും പറയാനില്ല. ഞാൻ ഈ 3 കാര്യമാണ് എല്ലാ സ്ഥലത്തും കേട്ടത്. ഈ 3 കാര്യവും സർക്കാർ MLAയുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതാണ്, ഒന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെതാണ്, ഒന്ന് ബിർളയുടേതാണ്. അപ്പോൾ ഇത്തരം പ്രചണ്ഡമായ പ്രചാരവേലകളല്ലാതെ ഇവിടുത്തെ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചൊന്നും പറയാൻ അപ്പുറത്ത് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കുപ്രചരണങ്ങൾ, ഇനിയും കുപ്രചരണങ്ങൾ വരും. മിക്കവാറും വടകര ഭാഗത്തു നിന്നുള്ള ഒരു കുപ്രചരണം വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്തിലായതുകൊണ്ട് ലീക്കാവുന്നുണ്ട്. പാണക്കാട് തങ്ങൾക്കെതിരായിട്ട് ഒരു സമിതി തുടങ്ങി നോക്കി, പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളത് പിടിച്ചു. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും, ഇല്ലാത്ത കാര്യങ്ങൾ. ആ കാര്യത്തിലൊക്കെ നമ്മൾ നല്ല ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മളെ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുള്ള ആളുകളാണ് നമുക്ക്. ആ ഭരണം തുടരണം.
ആ തുടരുമ്പോൾ കുന്നമംഗലം നിയോജക മണ്ഡലം കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം നിങ്ങൾ കുന്നമംഗലത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള കുന്നമംഗലം പോലീസ് സ്റ്റേഷന്, കുന്നമംഗലം നമ്മുടെ ഗവൺമെൻറ് കോളേജ്, കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷന്, എവിടെ നോക്കിയാലും നമുക്ക് മുൻപില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ PWD റോഡുകളൊക്കെ നോക്കിയാൽ വളരെ മനോഹരമായ റോഡുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള പടകാലം പാലത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാവാൻ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണം. ആ കൂട്ടത്തിൽ കുന്നമംഗലം നിയോജക മണ്ഡലം കൂടി ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ചിഹ്നം ബക്കറ്റാണ്, നിങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റ് 7ാമത്തെ ചിഹ്നമായിട്ടാണ് വരുന്നത്. നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. അത് ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ നിവർത്തില്ല. ആ ചെണ്ടമേളക്കാരെ നമ്മൾ സമ്മതിക്കണം. അതിൻ്റെ സമാപ്തിയൊക്കെ വളരെ അതിഗംഭീരമായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് കൂടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദം. സൈഡ് കയറുതാ